നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവദായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. ഈശോയുടെ സഹനജീവിതത്തോട് യോജിച്ചു നിന്നുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന സഭയോട് ചേർന്ന് നന്മയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാർഗത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന കാലഘട്ടമാണല്ലോ നോമ്പുകാലം. മരുഭൂമിയിലെ ഈശോയുടെ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ് വലിയ നോമ്പിന്റെ അടിസ്ഥാനം. നോമ്പുകാലത്തിന്റെ പ്രാരംഭത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മാറ്റത്തിന്റെ ആഹ്വാനവുമായി പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന സ്നാപക യോഹന്നാന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായി തെളിയുക. ഈശോയെ സ്വീകരിക്കാൻ വേണ്ട പ്രത്യാശയുടെ സന്ദേശം നൽകിക്കൊണ്ട് കാട്ടുതേനും വെട്ടുക്കിളികളും ആഹാരമാക്കി വനാന്തരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സ്നാപകനെയാണ് ആഗമനകാലത്തിന്റെ ആരംഭത്തിൽ നാം കണ്ടുമുട്ടുക. എന്നാൽ നോമ്പുകാലത്തിന്റെ പ്രാരംഭത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവും അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിച്ചുകൊണ്ട് മാനസാന്തരത്തിനായ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന താപസികനായ ഒരാചാര്യനെയാണ് സ്നാപകനിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക. ആസന്നമായ ദൈവക്രോധത്തിൽ നിന്നും ഓടിയകലുവാൻ, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സ്നാപക യോഹന്നാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നോമ്പുകാലം നൽകുന്ന ആദ്യത്തെ സന്ദേശം മാനസാന്തരത്തിൻ്റെതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നത് പോലെ അഹംബോധത്തിന്റെ കുന്നും മലയും ഇടിച്ചു നിരത്തി, അപകർഷതയുടെയും നിരാശയുടെയും താഴ്വരകളെ നികത്തി, വക്രതയുടെയും കാപട്യത്തിന്റെയും വളഞ്ഞ വഴികൾ നേരെയാക്കി, മുൻകോപത്തിന്റെയും ദുർവാശിയുടെയും പരുപരത്ത തലങ്ങളെ മൃദുലമാക്കി ദൈവത്തിന്റെ രക്ഷയെ കാണുവാൻ നമ്മെ തന്നെ സജ്ജമാക്കുന്ന ഹൃദയഭാവമാണിത്. മാനസാന്തരം എന്ന പദം ഉത്ഭവിക്കുന്നത് മെറ്റനോയിയ എന്ന വാക്കിൽ നിന്നാണ്. പൂർണ്ണമായി പിന്തിരിയുക എന്നതാണ് ഈ വാക്കിന്റെ മൂലാർത്ഥം. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് നമ്മുടെ തന്നെ ജീവിതത്തെ നവീകരിക്കുകയാണ് ഈ കാലഘട്ടം. എഫേസോസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 22-23 വാക്യങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. നോമ്പുകാലം അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു സന്ദേശം ഉപവാസത്തിൻ്റെതാണ്. ഉപവാസം എന്ന പദം ഭക്ഷണ പരിത്യാഗത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും കൂടെ ആയിരിക്കുക, ചേർന്നിരിക്കുക എന്നീ അർത്ഥതലങ്ങളാണ് അതിന്റെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണെന്ന ഈശോയുടെ വചനം നമ്മുടെ ഹൃദയങ്ങളെ ശരിയായ ദിക്കിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാണ്. എന്താണ് യഥാർത്ഥ ഉപവാസമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം
5-6 വാക്യങ്ങളിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരം വിതറി അതിൽ കിടക്കുന്നതും മാത്രമാണോ ഉപവാസം? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഉപവാസം? വിശക്കുന്നവരുമായ ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നരെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? ദുർഗുണങ്ങളുടെ ഉന്മൂലനം പോലെ തന്നെ സദ്ഗുണങ്ങളുടെ വളർച്ചയും നോമ്പുകാലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണെന്ന് ഇവിടെ നാം കാണുന്നു. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിശക്കുന്നവന് ഭക്ഷണമായി, ദാഹിക്കുന്നവന് കുടിനീരായി, ഏകാകിക്ക് ചങ്ങാതിയായി തീരുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ ഈ നോമ്പുകാലം അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഈ കാലഘട്ടം അനുരഞ്ജനത്തിന്റെ ഒരവസരമാണ്. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വന്നുപോയ താളപ്പിഴകൾ തിരിച്ചറിഞ്ഞ് ഒരിക്കൽ കൂടി സ്നേഹത്തിൽ ആഴപ്പെടുവാനുള്ള ഒരവസരം. നീവേ നിവാസികളെ പോലെ കളഞ്ഞുപോയ ദൈവസാന്നിധ്യവും ദൈവാനുഗ്രഹവും പ്രാർത്ഥനയിലൂടെയും തപസ്സിലൂടെയും ഉപവാസത്തിലൂടെയും തിരിച്ചു പിടിക്കുവാനുള്ള അവസരമാണ് നോമ്പുകാലം നമുക്ക് മുമ്പിൽ നൽകുന്നത്. നോമ്പുകാലത്തിന്റെ തപസ്സും പ്രായശ്ചിത്തങ്ങളും അതിൽ തന്നെ അവസാനിക്കുന്നില്ല. ഉത്ഥാനത്തിന്റെ സന്തോഷത്തിലേക്കും മഹത്വത്തിലേക്കും പ്രവേശിക്കുവാനുള്ള വാതായനങ്ങളായി അവ നിലകൊള്ളുന്നു. ഉത്ഥിതന്റെ സാന്നിധ്യവും സഹവാസവും ആദ്യമായി അനുഭവിച്ചറിഞ്ഞത് കുരിശിന്റെ വഴിയിൽ അവിടുത്തെ ചേർന്നനുഗമിച്ച ഭക്തരായ സ്ത്രീജനങ്ങളാണെന്ന യാഥാർത്ഥ്യം സഹനങ്ങളെയും കുരിശുകളെയും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ ഈ നോമ്പുകാലത്തിൽ നമ്മെ സഹായിക്കുന്നു. യേശുവിനോടൊത്ത് അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് ജീവിതത്തിലെ സഹനങ്ങളും കഷ്ടതകളും രക്ഷാകരമാക്കുവാനുള്ള അവസരം നോമ്പുകാലം നമുക്ക് പ്രദാനം ചെയ്യുന്നു. നോമ്പുകാലം എന്നത് ദൈവവുമായുള്ള കണ്ടുമുട്ടലിനുള്ള ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. സീനായ് മലയിൽ ദൈവത്തിൽ നിന്ന് 10 പ്രമാണങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് മോശ 40 രാവും 40 ദിവസവും ഉപവസിച്ചു. ഏലിയ ഹോറേബ് മലയിൽ 40 നാൾ ഉപവസിച്ചു. ദൈവക്രോധം നീക്കിക്കളയുവാൻ നിനിവെ നിവാസികൾ ചാക്കുടുത്ത് ചാരം പൂശി ഉപവാസത്തിലും പ്രാർത്ഥനയിലും നാളുകൾ കഴിച്ചുകൂട്ടി. ദൗത്യ നിർവഹണത്തിന് ഒരുക്കമായി യേശുനാഥനും അവിടുത്തെ മുന്നോടിയായ സ്നാപക യോഹന്നാനും ദീർഘമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിവസങ്ങൾ ചെലവഴിച്ചു. അതെ, ദൈവവുമായുള്ള കണ്ടുമുട്ടലിന് ദീർഘമായ പ്രാർത്ഥനയും ഉപവാസവും പ്രായശ്ചിത്തവും അത്യന്താപേക്ഷിതം തന്നെ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുന്നു. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. കുരിശില്ലാതെ കിരീടമില്ലെന്നും സഹനമില്ലാതെ സമ്മാനമില്ലെന്നും സഹനദാസനായ യേശുനാഥൻ ഈ നോമ്പുകാലത്തിലൂടെ നമ്മെയും ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി നോമ്പുകാലത്തിന്റെ പ്രാരംഭത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന അവസരത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ നൽകുന്ന ആഹ്വാനത്തിനായി നമ്മുടെ ഹൃദയത്തെ തിരിക്കാം. നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുവിൻ. അതെ, ഈ വിശ്വാസ വർഷത്തിൽ വിശ്വാസത്തെ പ്രവർത്തികളിലൂടെ സാക്ഷാത്കരിച്ച് പരിത്യാഗപൂർണവും സ്നേഹത്തിൽ അധിഷ്ഠിതവുമായ ജീവിതത്തിലൂടെ ഉത്ഥിതന്റെ സന്തോഷത്തിലേക്കും മഹത്വത്തിലേക്കും പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്വാർത്ഥതയുടെ പുറന്തോടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവരനു വേണ്ടി ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഒരുങ്ങിയിരിക്കുവാനും ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുവാൻ നമ്മെ ശക്തമാക്കുന്ന ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുവാനും പൗലോസ്ലീഹ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മരുഭൂമി അനുഭവത്തിലെ പരീക്ഷണങ്ങളെ ദൈവവചനമാകുന്ന വാൾ കൊണ്ട് നിഹനിച്ച യേശുനാഥൻ ഈ നോമ്പുകാലത്തിൽ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ വചനത്തിന്റെ സഹായം തേടുവാൻ നമ്മോടും ആവശ്യപ്പെടുന്നു. എന്റെ വചനം അഗ്നി പോലെയും
പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ എന്ന് ജെറമിയ പ്രവാചകനിലൂടെ വീണ്ടും അവിടുന്ന് നമ്മോട് ചോദിക്കുന്നു. ഈ നോമ്പുകാലം പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തെ ഹൃദയത്തിൽ മനനം ചെയ്ത് ഹൃദയത്തിൽ അവിടത്തേക്ക് ജന്മം നൽകി അനേകർക്ക് ജീവൻ പകരുവാൻ നമ്മെ സഹായിക്കട്ടെ. ഹോരേബ് മലയിൽ കത്തിജ്വലിച്ച വചനമാകുന്ന മുൾപ്പടർപ്പിൽ നിന്നും നമ്മുടെ പാപങ്ങളും ബലഹീനതകളും എരിഞ്ഞ് ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളും ജ്വലിക്കട്ടെ. തപസ്സിലും പ്രായശ്ചിത്തത്തിലും മറഞ്ഞിരിക്കുന്ന ക്ലേശങ്ങൾ കണ്ട് മനമടുക്കാതെ അത് പ്രദാനം ചെയ്യുന്ന ആത്മീയ അനുഭൂതിയെ ദർശിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾക്കും സാധിക്കട്ടെ. അപ്പോൾ വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തിയവനെ പോലെയും അമൂല്യമായ രത്നം കണ്ടെത്തിയ വ്യാപാരിയെ പോലെയും ഹൃദയം കൊണ്ട് സന്തോഷിക്കുവാൻ നമുക്കും സാധിക്കും. ഈ വിശ്വാസ വർഷത്തിൽ വിശ്വാസത്തെ പ്രവർത്തികളിലൂടെ സാക്ഷാത്കരിച്ച് പരിത്യാഗപൂർണവും സ്നേഹത്തിൽ അധിഷ്ഠിതവുമായ ജീവിതത്തിലൂടെ ഉദ്ധിതനായ യേശുനാഥന്റെ സ്നേഹവും സമാധാനവും മഹത്വവും ആസ്വദിക്കുവാനായി ഈ നോമ്പുകാലത്തിൽ നമുക്ക് തീക്ഷ്ണമായി ഒരുങ്ങാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാ, തിന്മ വെടിയാ നന്മ നിറയും മനമുയർത്തിടാ, അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ, ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന ഒരു ആക്ഷേപം സമീപകാലത്ത് മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാണ് നമ്മളിവിടെ ചിന്തിക്കുക. മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് മതവും രാഷ്ട്രീയവും. അതെല്ലാ മനുഷ്യരും അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലേതാണ് വലുത് എന്ന് പരിശോധിക്കുക എൻ്റെ ലക്ഷ്യമല്ല. എങ്കിലും ചരിത്ര വിശകലനം നടത്തുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത് മതമാകുന്നു എന്നാണ്. പൊതുവെ ഒരു കണക്കനുസരിച്ച് ലോകത്തിൽ 98% ആളുകൾ മതവിശ്വാസികളാണ്. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇതിനർത്ഥം 98% ആളുകൾ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് എന്നല്ല. അതീതമായ ഒരു ശക്തിയുണ്ട്. എൻ്റെ ജീവിതത്തെ ആ ശക്തി സ്വാധീനിക്കുന്നുണ്ട് എന്ന് കരുതുന്നവരാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ രാഷ്ട്രീയത്തിൽ അത്രത്തോളം ആളുകൾക്ക് വിശ്വാസമില്ല. രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരെ രണ്ടായി കാണണം. ഒന്നാമത്തേത് രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവര് രാഷ്ട്രീയ അനുദിന കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂറു പുലർത്തുന്നവരാണ്. ആ പ്രസ്ഥാനത്തിൽ അംഗത്വം നേടുന്നവരാണ്. അതിൻ്റെ പ്രവർത്തന പ്രക്രിയയിൽ പങ്കുചേരുന്നവരാണ്. അല്ലാത്ത വലിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് അനുഭാവികളാണ്. നേരിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടെന്ന് വരില്ല. അവര് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂടുതൽ മാനസിക അടുപ്പം കാണിക്കുന്നു. രാഷ്ട്രീയത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് ഒരു 25% നമുക്ക് നിജപ്പെടുത്താം. അനുഭാവികൾ അതിൽ കൂടുതലുണ്ട്. ഇത് രണ്ടും ചേർത്താൽ പോലും മതവിശ്വാസികൾക്ക് ഒപ്പമായി തീരുന്നില്ല അവരുടെ സംഖ്യ. ആ നിലയിലാണ് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും
അംഗബലത്തെ പ്രത്യേക രാഷ്ട്രീയ ചായ്വുകൾ ഒന്നുമില്ലാത്തവര് വിലയിരുത്തുന്നത്. ഈ മതവും രാഷ്ട്രീയവും ആവശ്യമാണോ? തീർച്ചയായിട്ടും ആവശ്യമാണ്. രാഷ്ട്രീയം മനുഷ്യന്റെ ഭൗതിക കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, അവന്റെ വികസനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മതം ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്കും മതത്തിന്റെ പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നു. മതം മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയാണ്. മനുഷ്യനെ സമഗ്രതയിൽ മതങ്ങൾ സമീപിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ സഹായിക്കാമെന്നാണ് രാഷ്ട്രം ചിന്തിക്കുന്നതെങ്കിൽ, ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും മനുഷ്യനെ എങ്ങനെ സഹായിക്കാം എന്ന് മതങ്ങൾ ചിന്തിക്കുന്നു. മതങ്ങളുടേത് കുറെ കൂടി സമഗ്രമായ ഒരു സമീപനമാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. പൊതുവെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ശ്രദ്ധ മനുഷ്യന്റെ നന്മയിലാണ്. മനുഷ്യന്റെ ക്ലേശങ്ങൾ പരിഹരിക്കുക, അവന് സന്തോഷം നൽകുക, അവന് സമാധാനം നൽകുക. ആ നിലയിൽ മതവും രാഷ്ട്രീയവും ഏകദേശം ഒരേ പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന രണ്ട് ഏജൻസികളെ പോലെ മതത്തെയും രാഷ്ട്രീയത്തെയും കാണാവുന്നതാണ്. ഈ ഒരു പൊതുവായ പശ്ചാത്തലത്തിൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കണം. ഇടപെടുന്നുണ്ട്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിക്കുന്നത്. അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല, ഇടപെടാന് പാടില്ല എന്നുള്ളതാണ് സഭയുടെ പൊതുവായ പ്രബോധനം. സഭ ഇടപെടുന്നത് രാഷ്ട്ര വിഷയങ്ങളിലാണ്, രാഷ്ട്രീയ കാര്യങ്ങളിലല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളതുപോലെയോ അതില് ഉപരിയായോ രാഷ്ട്രത്തെക്കുറിച്ച് സഭയ്ക്ക് താല്പര്യവും ഉത്കണ്ഠയുമുണ്ട്. രാഷ്ട്രത്തിന്റെ ഒന്നിപ്പിനെക്കുറിച്ച്, രാഷ്ട്രത്തിന്റെ വളർച്ചയെക്കുറിച്ച്, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ച്, രാഷ്ട്രത്തിന്റെ വികാസത്തെ സംബന്ധിച്ച് സഭയ്ക്ക് സത്വരമായ ശ്രദ്ധയാണുള്ളത്. ഒരു കാരണവശാലും രാഷ്ട്രത്തില് അപജയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സഭ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആര് ഏർപ്പെട്ടാലും തിരുത്തലുകളുമായിട്ട് സഭ രംഗത്തു വരും. അത്തരത്തിലുള്ള ഇടപെടലുകളെയാണ് തെറ്റായി വ്യാഖ്യാനിച്ച് സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് പറയുന്നത്. നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ ഭരണകാര്യങ്ങളിൽ ഇടപെടുക എന്നാണ് അർത്ഥം. ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒന്നാമത്തെ മാർഗം അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, സഭയ്ക്ക് ഇവിടെ അധികാരികളില്ല, സഭ മത്സര രംഗത്തില്ല, പാർലമെന്റിൽ അംഗങ്ങളില്ല, നിയമസഭയിൽ അംഗങ്ങളില്ല,
ത്രിതല പഞ്ചായത്തില് സഭയുടെ പ്രതിനിധികളില്ല. സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന വാദം ശരിയാണെങ്കിൽ ഈ തലങ്ങളിൽ എവിടെയെങ്കിലും പ്രതിനിധികൾ ഉണ്ടാകേണ്ടതാണ്. സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കേണ്ടതാണ്. ഇക്കാര്യം സഭയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്താൽ സഭയ്ക്ക് ഒരു തലത്തിലും വിജയമുണ്ടാകില്ല എന്ന ഭയം കൊണ്ടുമല്ല. അത് സഭയുടെ അജണ്ടയിൽ പെടുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് സഭ രാഷ്ട്രീയത്തിൽ ഇടപെടാത്തത്. ഇത് അംഗീകരിക്കുന്നവർ പോലും പറയും, ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് സഭ നിശ്ചയിക്കുന്നു. ആ ആരോപണവും ശരിയല്ല. സ്വാഭാവികമായിട്ടും സഭാ സമൂഹം ഈ രാഷ്ട്രത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഓരോ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിച്ച് സ്ഥാനാർത്ഥികൾ ആരായിരിക്കണമെന്ന് അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന് വരും. അത് തെറ്റാണ് എന്ന് പറയാൻ ആർക്കുമാവില്ല. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതായത് സഭാവിരുദ്ധത അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ പ്രകടമാക്കിയിട്ടുള്ളവര് സഭാ സമൂഹത്തിന്റെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ അവരെ നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് സഭ മനസ്സ് തുറക്കുന്നത് അതിൽ തന്നെ തെറ്റായ കാര്യമല്ല. അതിനുള്ള സഭയുടെ സ്വാതന്ത്ര്യത്തെ സഹിഷ്ണുതയോടെ ജനാധിപത്യ ശക്തികൾ അംഗീകരിച്ചു തരേണ്ടതാണ്. ഇവിടെ നല്ല ഭരണമുണ്ടാകണം, ധാർമ്മികതയിലും നീതിബോധത്തിലും അധിഷ്ഠിതമായ ഭരണമായിരിക്കണം അത് എന്നൊക്കെ സഭ നിർദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള മോഹം കൊണ്ടല്ല, നാട് നന്നാകാനുള്ള താല്പര്യം കൊണ്ടാണ്. സഭ രാഷ്ട്രീയക്കാരെ മാനിക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. സഭയുടെ എല്ലാ വേദികളിലും രാഷ്ട്രീയ നേതാക്കന്മാര് പങ്കെടുക്കുന്നുണ്ട്. അതേസമയം നമ്മൾ പരിശോധിക്കണം, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു വേദിയിൽ സഭയുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പ്രതിനിധി ക്ഷണിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അതിനെ പോലും സഭ സഹിഷ്ണുതയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല. രാഷ്ട്രീയക്കാര് ഒരിക്കലും പറഞ്ഞിട്ടില്ല സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുവെന്ന്. അത് തൽപരകക്ഷികളുടെയും ചില മാധ്യമങ്ങളുടെയും സൃഷ്ടിയാണ്. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാ, വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാം, വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം.
ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടും.